ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് ഗ്രേഡ് 8-ലെ റേഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ഒന്ന് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷൻ വീഡിയോ കാണണം. എന്നിട്ട് ഇത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവൂ. കാരണം അതിൽ നമ്മളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് എല്ലാ പ്രോപ്പർട്ടീസ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു വന്നതിന് ശേഷം വേണം നിങ്ങളിത് കാണാനായിട്ട്. അപ്പോൾ എല്ലാം മനസ്സിലാവും. പിന്നെ ഇവിടെ നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നുണ്ട്. അപ്പം അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലിപ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്കൊന്നുകൂടെ പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ നമ്മൾ ഒരു നമ്പർ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 0 എന്ന ആൻസർ കിട്ടണം. ആ നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം എ എന്നൊരു നമ്പർ, അതിൻ്റെ കൂടെ നമ്മൾ എന്തോ ഒരു നമ്പർ കൂടെ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന ആൻസർ കിട്ടണം. അപ്പോൾ നമുക്ക് അത് ശരിയായിട്ടുള്ളൊരു നമ്പർ വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമുക്ക് അതായത് ഇപ്പോൾ 2 ആണെന്ന് വിചാരിക്കാം. 2ൻ്റെ കൂടെ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ 2ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് 0 കിട്ടുക? നമുക്ക് 1 എഴുതി കൊടുത്താലോ 0 തന്നെ എഴുതി കൊടുത്താലും നമുക്ക് 0 എന്ന ആൻസർ കിട്ടില്ല അല്ലേ? അപ്പോൾ 2 + 0 കൊടുത്താൽ എന്തായിരിക്കും? ആൻസർ 2 ആയിരിക്കും. അപ്പോൾ അത് പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്ത് കൊടുത്താലും നമുക്കിവിടെ 0 കിട്ടുന്നത്. 2ൻ്റെ കൂടെ 2ൻ്റെ ഓപ്പോസിറ്റ് സൈനിലുള്ള സെയിം നമ്പർ തന്നെ കൊടുക്കുക. അപ്പോൾ 2 + -2 എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. ഇതിൻ്റെ റൂൾസൊക്കെ നമ്മൾ ഇൻട്രഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്ലസ് ഓർ മൈനസിൻ്റെ ഒക്കെ റൂൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു നമ്പർ പോസിറ്റീവ് ഒരു നമ്പർ മൈനസും ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിൽ നിന്ന് മറ്റേത് സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുക. ഇവിടെ രണ്ടും ഈക്വലാണ്. നമുക്ക് 0 കിട്ടി. 0ക്ക് സൈനിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ 0 എന്ന് എഴുതി. അപ്പോൾ 0 കിട്ടാൻ നമ്മൾ ചെയ്തത് എന്താ? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുത്തു. അപ്പോൾ എയുടെ കേസിലാണെങ്കിലോ എ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ -a എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഏത് നമ്പറിൻ്റെയും എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എഴുതി കൊടുക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന്. എല്ലാവർക്കും മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എല്ലാറ്റിൻ്റെയും ഓപ്പോസിറ്റ് സൈൻ എഴുതി കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഈസിയാണ് കാര്യം. നോക്കാമല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് 28ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? 28ൻ്റെ ഓപ്പോസിറ്റ് സൈൻ എന്താ? അത് പോസിറ്റീവ് ആണെങ്കിൽ -28. എത്ര ഈസി അല്ലേ? അപ്പോൾ -59ൻ്റെയോ -59ൻ്റെ +59 +59. ഓക്കെ. അപ്പോൾ -6/-5 ആണെങ്കിലോ? 2 മൈനസ് ഉണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ കോമൺ ആയിട്ട് എന്തുണ്ടെങ്കിലും നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് -6/-5ൻ്റെ 2 നെഗറ്റീവ് സൈനും ക്യാൻസൽ ചെയ്തു 6/5 ആക്കിയതിന് ശേഷം വേണം അതിൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് എഴുതാനായിട്ട്. അപ്പോൾ 6/5ൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? -6/5. അതല്ലാതെ നേരെ പോയി ഈ 2 മൈനസും പോസിറ്റീവ് ആക്കുകയല്ല വേണ്ടത്. ഈ 2 മൈനസ് പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവിടെ -6/-5 ഉണ്ട്. അതിൻ്റെ രണ്ടും നമ്മൾ പോസിറ്റീവാക്കി എഴുതി കഴിഞ്ഞാൽ 6/5. അതും ഇതും സെയിം ആണ്. അത് നമുക്ക് രണ്ടും കോമൺ ആയിട്ട് മേലെ താഴെ ഉള്ളത് നമ്മൾ എപ്പോഴും ക്യാൻസൽ ചെയ്ത് കളയാറുണ്ട് അല്ലേ? അപ്പോൾ 3/6 ഒക്കെ ആണെങ്കിൽ നമ്മൾ നമ്പർ നോക്കും. 3ൽ 3 1 ടൈം, 6ൽ 3 2 ടൈംസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കില്ലേ? അതുപോലെ തന്നെ 6/6 തന്നെ ആയിരുന്നെങ്കിൽ നമുക്ക് 2 6ഉം കട്ട് ചെയ്ത് അവിടെ 1 1 അങ്ങനെ വരും. അതുപോലെ നമുക്കിവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ 2 മൈനസും കട്ട് ചെയ്തിട്ട് ആൻസറിൽ പോസിറ്റീവായിട്ട് വരും. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും പറയണം. ഇൻട്രഡക്ഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവും. അപ്പോൾ നമുക്കിവിടെ അഡിറ്റീവ് ഇൻവേഴ്സ് കിട്ടിയത് -6/-5ൻ്റെത് +6/+5 അല്ല എഴുതേണ്ടത്. അതിങ്ങനെ ക്യാൻസൽ ചെയ്തതിന് ശേഷം നമുക്ക് 6/5 കിട്ടിയിട്ട് അതിനെ -6/5 എന്ന അഡിറ്റീവ് ഇൻവേഴ്സ് കൊടുക്കണം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. നമുക്ക് 2/-9 ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതണം. ഈ മൈനസ് സൈന് മേലെ വന്നാലും താഴെ വന്നാലും ഇത് മൊത്തത്തിൽ മൈനസ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ -2/9 എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്കിതിൻ്റെ ഇൻവേഴ്സ് എഴുതണം. ഇതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ എഴുതുന്നത്? ഇതിൻ്റെ ഇൻവേഴ്സ് ഈ മൈനസ് സൈൻ മാറി പോസിറ്റീവായി. അപ്പോൾ 2/9 ഇതാണ് ഇതിൻ്റെ ഇൻവേഴ്സ്. ഇനി അടുത്തത് നോക്കൂ. 19/-6 ഇതിൻ്റെ ഇൻവേഴ്സ് എഴുതണമെങ്കിലോ 19/-6 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി. അപ്പോൾ -19/6 എന്ന് എഴുതി. ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 19/6 ആണ്.
മനസ്സിലായല്ലോ എല്ലാവർക്കും? ആൻസറുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മുടെ വീഡിയോയെക്കുറിച്ച് പറയണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതിൻ്റെ കണ്ടിന്യൂഷനൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ ശരി കൂട്ടുകാരെ, ബൈ ബൈ, താങ്ക് യു.